നമ്മുടെ ഓഫീസിലാകട്ടെ വീട്ടിലാകട്ടെ നല്ല മണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഡിവൈസും ഒരു ബിസിനസ്സുമാണ് നമ്മളത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ബെർഗാമോൺ. നമ്മളുടെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ നല്ല ഫീലുള്ള മണം കിട്ടണമെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അൻസിലിൻ്റെയാണ് ഒരു ബിസിനസ് അല്ലേ? അൻസിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ട നല്ലൊരു വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദം. അൻസിൽ എന്താണ് ആക്ച്വലി ഇത്? ഞാൻ പറഞ്ഞ ശരിയല്ല, വീട്ടിലൊക്കെ ഓഫീസിൽ നല്ല മണം എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്കാർ, അത് മാത്രമല്ല കാറിലും നല്ല മണം എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഒരു പ്രോഡക്റ്റ്. എന്താണ് ഈ പ്രോഡക്റ്റ്? അതായത് ഈ എയർ റൂം ഫ്രഷനിങ് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിന്റെ ഒരു എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ്? പെർഫ്യൂം ഡിഫ്യൂസർ. പ്യുവർ ഓയിൽ ഒഴിച്ചിട്ട് അത് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഓയിൽ പെർഫ്യൂമിന്റെ സ്മെല്ല് മാത്രം ശരിക്കും കിട്ടും. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഇങ്ങനെ എയർ ഫ്രഷ്നർ അടിച്ചിട്ടുള്ള ഒരു സ്മെല്ലാണ്. പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനമാണ് നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, അതുകൊണ്ട് എവിടെ മാട്ടെ ഓട്ടോമാറ്റിക്കലി ഈ സാധനം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് സാധനം വർക്ക് ചെയ്തോളും അല്ലേ? അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ ഓഫീസിലും വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ലേ? ഇത് എത്ര സ്ക്വയർ ഫീറ്റിനൊക്കെ ആയിരിക്കും മനസ്സിൽ റെക്കമെൻഡ് ചെയ്യുന്നത്? ഈ ഒരു ഡിവൈസ് ആണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ സെറ്റ് ആണ്. അപ്പൊ ഇതിൽ എത്ര തരം ഫ്ലേവറോ സ്മെല്ല്? നമുക്കൊരു 6 ടൈപ്പ് സ്മെൽസ് ഉണ്ട് ആണല്ലേ? ഇപ്പൊ നമ്മളത് ഓഫീസ് ഏതൊരു ഓഫീസാണോ അതിന് അനുയോജ്യമായിട്ടുള്ള സ്മെല്ല് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ റിസോർട്ട് അതിന്റെ ഒരു ടൈപ്പ് ഉണ്ട്, ഹോട്ടലിന് ഒരു ടൈപ്പ് ഉണ്ട്, പിന്നെ റെസ്റ്റോറന്റിന് വേറെ ടൈപ്പ് ഉണ്ട്, ഇപ്പൊ പള്ളികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സ്മെൽസ് ഉണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോ സാധാരണഗതിയിൽ ഈ സാധനത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വാട്ടർ കണ്ടന്റ് ആണ് ഗുണം, പക്ഷെ അറിയില്ല അല്ലേ? നമുക്കിത് അറിയാം. പിന്നെ നമ്മൾ ഇടക്കിടക്ക് സൗണ്ട് ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നം ഇതൊന്നുമില്ല. ഇല്ലാന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ ഓഫീസിൽ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇനി അത് മാത്രമല്ല, ഇവൻ കാറിൽ വെക്കാൻ പറ്റും അല്ലേ? കാറിൽ വെച്ചിട്ട് ഇവൻ ഈ സാധനം വർക്ക് ചെയ്താൽ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ മനസ്സിലായി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഡെമോ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ചെയ്യും. പിന്നെ നമുക്കിവിടെ 2-3 സാധനങ്ങൾ വേറെ ഒന്ന് പരിചയപ്പെടാൻ. മനസ്സിലായി, ഇത് വളരെ കുറച്ച് വലുതാണല്ലോ. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇതാണെങ്കിൽ ഒരു 6000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഏരിയ കവറേജ് കറക്റ്റ് ആയിട്ട് കിട്ടും. 6000 ഏരിയ, 6000 സ്ക്വയർ ഫീറ്റ് ആണോ? ഇപ്പൊ ഇവിടെ കാണുന്ന ഈ നോബ് എന്താണ്? ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് എ സിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സെൻട്രലൈസ്ഡ് എ സിയുടെ ആ ഒരു തണുപ്പ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ആ സ്മെല്ലും ഉണ്ടാവും. ആണോ? ഇത് 6000 സ്ക്വയർ ഫീറ്റ്. ഇതിന്റെ കേസ് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മഴക്കാലമാണ്. സാധാരണ ഈ പള്ളിയില് ചെല്ലുന്ന സമയത്ത് ഈ കാർപ്പറ്റിൽ ഭയങ്കര ഒരു വെള്ളം കൊണ്ട് ഒരു ബാഡ് സ്മെല്ലുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം, ഇനി ഇത് കാണുമ്പോൾ പള്ളിയല്ലേ, നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ സുഗന്ധം ഇങ്ങനെ പരത്തും അല്ലേ? അതിന് പറ്റിയൊരു ഡിവൈസുകൾ. ഇതോ ഇങ്ങോട്ട് വന്നിട്ട് മനസ്സിലായി. ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഒരു 8000 സ്ക്വയർ ഫീറ്റ് വരെ സെറ്റ് ആണ്. 8000 സ്ക്വയർ ഫീറ്റ്. ഡയറക്റ്റ് എ സി എയർ കണ്ടീഷനിലേക്കും കൊടുക്കാം, ഡയറക്റ്റ് വാൾ മൗണ്ടും ചെയ്യാം. ഈ സാധനം ചെയ്യാൻ പറ്റും. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയണ എൻ്റെ ഒരു 8000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റിസോർട്ടാണ് അല്ലെങ്കിൽ ഒരു ഹോളാണ് എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് തരം ആക്ടിവിറ്റി ആയിരിക്കും അവിടെ ചെയ്യുന്നത്? എന്ത് ടൈപ്പ് സ്മെല്ലാണ്? സ്മെല്ലല്ല, നിങ്ങൾ അയച്ചു കൊടുക്കണോ? നിങ്ങളുടെ ടീം പോയി സെറ്റ് ചെയ്യണോ? അതിപ്പോ ഞങ്ങൾ അയച്ചും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ചിലർക്ക് കുറച്ച് കുറിച്ച് ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ഫോണിൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അതല്ല, ചില സ്ഥലത്ത് നമ്മൾ പോയ നിർബന്ധമായിരിക്കും. കാരണം മറ്റേ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒന്ന് മെഷർമെന്റ് എടുക്കണം. പിന്നെ പ്രോപ്പർ പ്ലേസിൽ വെച്ചാലാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ എയർ ഏതൊക്കെ സൈഡിലേക്കാണ് പോകുന്നത്, അതിന്റെ എയർ എ സി വരുന്ന ഏത് ഭാഗത്താണ്, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ഥാപനത്തിന് ഓണർ ആകുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല അൻസിലിന് ഇഷ്ടം അല്ലെ? അൻസിലിന്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഡിഫറൻസ് ആണ്. അപ്പൊ ഈ സ്മെല്ലിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞങ്ങള് ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഒരു സെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലയന്റിന് വേണ്ട കുറെ ടൈപ്പ് സ്മെൽസ് നമ്മൾ കൊടുക്കും. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഓഫീസാണെന്ന് വിചാരിച്ചോ, കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു സ്മെൽസ് ആയിരിക്കും ഞങ്ങൾ കൊടുക്കുക. അതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് കൊടുക്കും. ആണല്ലേ? അപ്പൊ ആ ഒരു ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇത് ആരെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ അങ്ങോട്ട് അയച്ചു തരില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സ്മെല്ല് റെഡി ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ഇവിടെ ചെറിയ സാധനം ഇപ്പോൾ ചെറിയൊരു സാധനം
അല്ലെ? ഇവൻ എനിക്ക് തോന്നുന്നു ഈ ഇവന്റ് മാനേജ്മെന്റ് പോലെയുള്ള കമ്പനികൾക്ക് അവർക്ക് അറിയാലോ, അവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ് അല്ലെ? ഒരു സ്റ്റേജിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യും കഴിഞ്ഞാല് കൂടുതൽ ഈ കല്യാണങ്ങള് അല്ലെങ്കിൽ അതുപോലത്തെ പരിപാടികൾക്കൊക്കെ ഇവന്റ്സുകാരാണ് ഇത് യൂസ് ചെയ്യുന്നത് പൊതുവെ. പണ്ടൊക്കെ ഈ പുകയ്ക്കലായിരുന്നു, ഊതും പെർഫ്യൂമൊക്കെ ഇട്ട് പുകയ്ക്കലായിരുന്നു. അപ്പൊ അത് മാറി ഇപ്പൊ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതാണ് പരിപാടി. പുതിയൊരു വീട് വെക്കുന്ന സ്ഥലത്തേക്കൊക്കെ അൻസിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഡിവൈസ് ഇതാണ് അല്ലെ? ഇപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന നിങ്ങൾ പറഞ്ഞ പോലെ പെർഫ്യൂം ഉണ്ടല്ലോ, അത് എത്ര നാൾ വരെയൊക്കെ നിൽക്കും? നമുക്ക് 500 ml ബോട്ടിൽസ് ആണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 1500 ആണ്. 5000 വരെ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ 500 ml ഒരു വീട്ടിലേക്കാണെങ്കിൽ ഒരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ 3 മാസം സുഖമായിട്ട് യൂസ് ചെയ്യാം. 3 മാസം. പിന്നെ ചിലവരുണ്ട് ഈ പറഞ്ഞ ഫുൾ ടൈം സ്മെല്ല് വേണ്ട, വീട്ടിൽ ചിലപ്പോൾ ആൾക്കാരില്ലാത്ത സമയങ്ങൾ ഉണ്ടാവും, ആ സമയങ്ങളിലൊക്കെ ഓഫ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം സെറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 4 മാസം വരെ കിട്ടും. ഈ ഓഫീസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് മൊബൈൽ വെച്ച് എവിടെ നിന്ന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫീസിൽ രാവിലെ ഒരു 11:30 മണി മുതൽ ഒരു 3 മണി വരെ ഈ ഇന്ന ഇന്റർവെല്ലിൽ ഈ സ്മെല്ല് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സാധനം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ വേറെ സാധനം കണ്ടല്ലോ, ഇതെന്താ കുറച്ചുകൂടെ വേറൊരു യുണീക്ക്. ഇത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ഹൈ എൻഡ് ഡിഫ്യൂസർ ആണ്. ഇതൊരു 25,000 സ്ക്വയർ ഫീറ്റ് വരെ ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് കൊടുക്കുന്നത് ഡയറക്റ്റ് സെൻട്രലൈസ്ഡ് എ സിയിലേക്ക് ആയിരിക്കും. വലിയ മാളുകള് അവർ കൺവെൻഷൻ അല്ലേ, കൺവെൻഷൻ സെന്ററുകൾക്ക് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ വൺസ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് ഇതില് പെർഫ്യൂം തീർന്നു പോയാലും പേടിക്കേണ്ട, അത് ഈ കമ്പനി നിങ്ങൾക്ക് തരികയും ചെയ്യും അല്ലെ? ഞാൻ മനസ്സിലാക്കണതേ ഈ ആളുകൾ വാക്കിംഗ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇതൊരു പക്ഷേ നിർബന്ധമാവും. ജ്വല്ലറി ആകാം, ടെക്സ്റ്റൈൽസ് ആകാം. അന്ന് വേണ്ട ആളുകൾ വരുമ്പോൾ അവരുടെ ബോഡി സ്മെല്ല് കൊണ്ട് അടുത്ത് വരുന്ന കസ്റ്റമർക്ക് ഡിസ്റ്റർബ് ആയിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല സ്മെല്ല് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ അറിയാലോ, കുറെ ആൾക്കാരൊക്കെ വരുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചെന്നാലേ മണം കൊണ്ട് ചിലപ്പോൾ സാധനം എടുത്തു പോകും. ചില ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാൽ അതൊക്കെ വെക്കണ സാധനം ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇതെന്താ ഫ്ലേവറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പെർഫ്യൂം ഓയിൽസ് ആണ്. ഓക്കെ. ഇതെല്ലാം കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? സാമ്പിൾസ് ആണ്. ഞങ്ങളുടെ ഓഫീസിൽ അടിപൊളിയാട്ടോ. അത് സഫയർ എന്ന് പറഞ്ഞു. ഊത് ടൈപ്പ് സ്മെല്ലുണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ചില സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രീമിയം ഫീല് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം അവിടെയുള്ള ആംബിയൻസും ഇതേപോലുള്ള സ്മെല്ലും കൊണ്ടാണ് അല്ലേ? പ്രൊഡക്റ്റിനേക്കാൾ ചില ഹോട്ടൽസ് ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു മണം ഉണ്ടാവും. അതൊക്കെ ഇതുപോലത്തെ സാധനത്തിലാണ് അടിക്കുന്നത്. ഇത് നോക്കി ഒരു ഊത് ടൈപ്പ്, ഊതിൻ്റെ ഒരു ഓയിൽ സാധനം. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇപ്പം എൻ്റെ ഓഫീസിൽ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് വേണമുണ്ടോ, എൻ്റെ വീട് പുതിയ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കും പറഞ്ഞു, കാരണം വണ്ടിയിലും വേണം. ഇത് ഇവൻ ഇരുന്ന് അടിച്ചോളും. 11:30 മണിയാകുമ്പോൾ തുടങ്ങണ സ്മെല്ല് ഇരുന്ന് 5:30 മണിയാകുമ്പോഴാണ് നിർത്തുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. കാരണം ഇപ്പം ഞാൻ പറയും അല്ലെങ്കിൽ സാധാരണ ഇതിൽ നമ്മൾ ഒരു സാധനം കത്തിച്ച് വെച്ചോ, നമ്മുടെ ക്ലയൻറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അവിടെ കാർപ്പറ്റ് ഉണ്ടല്ലോ, അതിന് ചിലപ്പോൾ വെള്ളം കൊണ്ട് ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധനത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ഉണ്ട് ഈ ഒരു സാധനത്തിൽ. അപ്പം മനസ്സിലായി, എന്തായാലും കൊള്ളാം. എല്ലാ സ്ഥലത്തും ഒരു സുഗന്ധം പരത്താനായിട്ട് സാധിക്കട്ടെ. സുഗന്ധം എന്ന് പറഞ്ഞൊരു ഫീലാണ്. അത് നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമ്മളെ റീകോൾ ചെയ്യും, അങ്ങോട്ട് തിരിച്ചു വിളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇതിനോട് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നല്ല മണമായിരുന്നു കേട്ടോ. ആ നല്ല മണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ നിന്നൊരു പോസിറ്റിവിറ്റി അല്ലേ വരുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാ സ്ഥലങ്ങളിലും സ്മെല്ല് എത്തട്ടെ. പിന്നെ നിങ്ങളിത് ഡെമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നാടുകളിൽ ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീണ്ടും കാണാം.